ഇന്ന് നമുക്ക് റോഡിലുള്ള ചില കാര്യങ്ങൾ കണ്ടാലോ? ഞാൻ ടൗണിൽ പോയപ്പോൾ കണ്ട ചില കാഴ്ചകളാണ്. അതൊന്ന് കാണാം. സീബ്ര ക്രോസിങ്ങിലൂടെ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ചില ആൾക്കാർ ഓടുന്നു, ചില ആൾക്കാർ പതുക്കെ നടക്കുന്നു. ശരിക്ക് റോഡ് മുറിച്ച് കടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം? ഇതാ റോഡിലേക്ക് ഒന്ന് നോക്കിയട്ടെ. റോഡിലൂടെ പോകുമ്പോൾ റോഡ് നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അത് വണ്ടിക്കാർക്കായാലും കാൽനട യാത്രക്കാർക്കായാലും. ചിലർക്കൊക്കെ പേടിയാണ് റോഡ് മുറിച്ച് കടക്കാൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡിലെ കെട്ടിടത്തിൻ്റെ മുകളിലാണ്. ദാ ഇവിടെ നിന്ന് നോക്കിയാൽ സീബ്ര ലൈൻ നമ്മൾക്ക് കാണാം. വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർ സ്റ്റാൻഡിലേക്ക് വരുന്നത് പ്രധാനമായും ഈ സീബ്ര ക്രോസിംഗ് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തിരക്കാണ്. കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കുമ്പോൾ കഴിവതും സീബ്ര ക്രോസിങ്ങിലൂടെ കടക്കണമെന്നാണ് നിയമം. പക്ഷേ എല്ലാ ജനങ്ങളും അത് പാലിക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആക്സിഡൻറ്റുകളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. ഇതുപോലെ കൂട്ടം കൂട്ടമായി പോകുന്നതാണ് സീബ്ര ക്രോസിങ്ങിലൂടെ ഏറ്റവും നല്ലത്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഓരോരോ വ്യക്തികൾക്കായി അവിടെ വാഹനങ്ങൾ നിർത്തിക്കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോഴാണ് കൂടുതലായും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നത്. സീബ്ര ക്രോസിംഗ് മുറിച്ച് കടക്കുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ചിലരുണ്ട് സീബ്ര ക്രോസിങ്ങിലൂടെ ഓടുന്നവർ. അങ്ങനെ ഓടാൻ പാടില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ കടക്കുകയും വേണം. അല്ലാതെ വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും ശരിയായ ഒരു നടപടിയല്ല. സാധാരണ ചിലയിടങ്ങളിൽ കാൽനട യാത്രക്കായി ഗ്രീൻ ലൈറ്റ് ഉണ്ടാവും. അതുണ്ടെങ്കിൽ അത് തെളിയുമ്പോൾ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ അതില്ല. വാഹനങ്ങളുടെ പിന്നിലൂടെ റോഡ് മുറിച്ച് കടക്കുന്നത് വളരെ അപകടം പിടിച്ച ഒന്നാണ്. ഡ്രൈവർമാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട്. സീബ്ര ക്രോസിങ്ങിൽ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളതല്ല. ഗതാഗതത്തിൻ്റെ അർത്ഥം അറിയാമോ? പോക്ക് വരവ് എന്നാണ്. ചില ഓട്ടോകൾ കണ്ടോ അവിടുന്ന് തന്നെ തിരിച്ചു വയ്ക്കുന്നത്? അതും ഒരു കണക്കിന് ശരിയായ ഒരു നടപടിയല്ല. ചില ആൾക്കാർ ഓടുന്നൊക്കെയുണ്ട്. പേടിയാണ് ചിലവർക്ക്. സീബ്ര ക്രോസിങ്ങിൽ തന്നെ അപകടമുണ്ടാവുന്ന ചില സന്ദർഭങ്ങളുമുണ്ട്. കാരണം ആൾക്കാർക്ക് വേണ്ടി വണ്ടി അങ്ങനെ നിർത്തിക്കൊടുക്കുന്ന സ്വഭാവം ചിലവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്സിഡൻറ്റ് ഒക്കെ ഉണ്ടാവുന്നത്.